നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന നിളയും കൂട്ടി കാവേരും ഗംഗയും യമുനയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം അത്രയും ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ശാരദയൊക്കെ എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിളയെ കെട്ടിപ്പിടിച്ചിട്ട് ശാരദ ചോദിച്ചു, എന്താ മോളെ, നിനക്ക് എന്ത് പറ്റിയതാ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നിള പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ലമ്മേ, അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഞാന് ഒന്ന് താലിറങ്ങി വീണെന്ന് മാത്രമുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും യമുന പറഞ്ഞു, ഞാനാകെ പേടിച്ചു പോയിരുന്നു അമ്മേ. എന്നിട്ട് എന്താടി നീ ഒന്നും വിളിക്കാതിരുന്നേ, ഒന്ന് വിളിക്കാൻ വരായിരുന്നെന്ന് ചോദിച്ചു. പിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ടെൻഷൻ അടിക്കും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം, അതാ വിളിക്കാതിരുന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുജാതയും ഗീതയൊക്കെ അങ്ങോട്ട് വന്നു. സുജാത വന്നിട്ട് ചോദിച്ചു, ഇവൾക്ക് എന്ത് പറ്റിയതായിരുന്നാ പറഞ്ഞേ? ഇതൊക്കെ വെറുതെ ഇവളുടെ അടവ് അഭ്യാസം അല്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടേ പൈസ കളയാനായിട്ട് വേറെ പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശാരദ പറഞ്ഞു, ദേ സുജാതെ, വെറുതെ എന്റെ മോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അവൾക്ക് അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഈ സമയത്ത് കാവേരി പറഞ്ഞു, ഡീഹൈഡ്രേഷനും പിന്നെ ആഹാരത്തിന്റെ കുറവാന്നാ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ആഹാരത്തിന്റെ കുറവ്? ഇവിടെ ഇവൾക്ക് എന്താ ആഹാരത്തിന്റെ കുറവ്? നല്ല രീതിയിൽ തന്നെ ആഹാരം ഉണ്ടാക്കി തരുന്നില്ലേ? ഓ, ഇതൊക്കെ ഇവിടെ പറ്റുള്ളൂ. ഇത് ഗൾഫുകാരന്റെ വീടൊന്നും അല്ല, ഇത് സാധാ കൂലിപ്പണിക്കാരന്റെ വീടാ, അറിയാലോ. ഇവിടെ ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. എന്റെ മോനെ കഷ്ടപ്പെട്ട് മിഷൻ ചവിട്ടി ഉണ്ടാക്കുന്ന പൈസയാ, അതങ്ങനെ ദൂർത്തടിച്ച് കളയാനുള്ളൊന്നും അല്ല. അല്ലെങ്കിലും ഇവിടെ ഞാൻ എന്തിനാ കുറവ് വരുത്തിയേക്കുന്നേ? 3 നേരം നല്ല ആഹാരമല്ലേ തരുന്നേ? ഓ, അതിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. ഗീത പറഞ്ഞു, അമ്മയ്ക്ക് ഇത് തന്നെ കിട്ടണം, എത്രയൊക്കെ കൊടുത്താലും കണ്ടില്ലേ പറഞ്ഞത്, ആഹാരത്തിന്റെ കുറവൊക്കെ ഉണ്ടാന്ന്. അത് കേട്ടപ്പോ ശാരദ പറഞ്ഞു, അതെ സുജാതെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. മോളുടെ കാര്യം ഡോക്ടർ പറഞ്ഞ കാര്യം അവര് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അതിന് ഇത്രമാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അല്ലേലും എന്നെ പറഞ്ഞാ മതി. ഒരു തുണയില്ലാതെ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോ കയറ്റി കിടത്തീന് എനിക്ക് കിട്ടിയ ശിക്ഷ ഇതൊക്കെ ഞാൻ അനുഭവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സുജാത അങ്ങോട്ട് പോയി. അപ്പോഴാണ് വിനീത് അങ്ങോട്ടേക്ക് വരുന്നത്. വിനീത് വന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ കാവേരി കേൾക്കണേ? നീ എന്താ എന്നെ വിളിച്ചിട്ട് ഈ കാര്യമൊന്നും പറയാത്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അത് പിന്നെ യമുന എന്നെ വിളിച്ച് കാര്യം പറയണേ, പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ വിനീതേട്ടനെ വിളിക്കായിരുന്നേന്ന് പറഞ്ഞു. അല്ലേ യമുനെ, നിനക്കെന്താ എന്നോട് അത്ര വൈരാഗ്യം ഉണ്ടെന്ന് ചോദിച്ചു. അതെന്താ വിനീതേട്ട അങ്ങനെ ചോദിച്ചേ? പിന്നെ നീ എന്താ വിളിക്കായിരുന്നേ? നിളയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? അത് പിന്നെ ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് അതൊന്നും വന്നില്ല. പിന്നെ അറിയാലോ, ഇനിയിപ്പോ വിനീതേട്ടൻ ഞങ്ങളോട് പോന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അതായിരിക്കും. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാന് വിളിക്കാതിരുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി വിനീതിന്. വിനീത് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലേ? എനിക്കറിയാന്ന് പറഞ്ഞു. സാരമില്ല, നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക. അപ്പോഴേക്ക് ശാരദ ചോദിച്ചു, പോയ കാര്യം എന്തായി? കാര്യമല്ല നടന്നോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അമ്മേ, ഇപ്പൊ 10 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്, അതടയ്ക്കണം. 10 ലക്ഷമോ? അതെ. അല്ല, മൊത്തം എത്ര രൂപ അടയ്ക്കണം? മൊത്തം 30 ലക്ഷം രൂപയോളം അടയ്ക്കണം. 30 ലക്ഷമോ? അതെന്നെ, 30 ലക്ഷം രൂപ അടച്ചാലോ ആ വീട് നമുക്ക് സ്വന്തമായിട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി അവർക്ക്, ശാരദയ്ക്കൊക്കെ. ശാരദ പറഞ്ഞു, എന്നാലും ഇത്രയും തുക എനിക്കതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, അല്ലമ്മേ, കുറെ വർഷങ്ങളായല്ലേ ഈ ലോൺ എടുത്തിട്ട്, അന്നോട്ട് അടച്ചുകൊണ്ടിരിക്കുന്നതല്ലേന്ന് ചോദിച്ചു. അതെ, പിന്നെ എങ്ങനെ ഇത്രയും പൈസ? ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ബാങ്കുകാർ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ലോൺ അടയ്ക്കണമെന്ന് ഒന്നും മനസ്സിലാത്തൊരു കാര്യമായിരുന്നു. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത്രയും പൈസയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് കാവേരി പറഞ്ഞു, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലോ, ഈ വീട്ടിൽ കയറി കിടക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ വീട്ടിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ശാരദ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലാണെങ്കിൽ ഈ കയ്യേലും കഴുത്തിലോ കിടക്കുന്ന സ്വർണ്ണമുള്ളൂ, ഞാൻ ഇത് ഒരു തട്ടേന്ന് ചോദിച്ചു. പണയം വെക്കോ വിൽക്കോ എന്ത് വെള്ളം ചെയ്തോ? അപ്പോഴാണ് ഗംഗ ആ കാര്യം ഓർക്കുന്നത്. ഗംഗ പറഞ്ഞു, അതൊന്നും വേണ്ടമ്മേ, എന്റെ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്റെ സ്വർണ്ണോ? നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അച്ഛൻ സ്വരൂക്കുട്ടി വെച്ചിരുന്നല്ലേ കല്യാണം? ആദ്യം വീട് പിടിച്ചിട്ടല്ലേ കല്യാണം. അമ്മേ, കയറി കിടക്കാനൊരു വീട്, എന്നിട്ട് കല്യാണം നടത്തിയ പോലെ തെരുവ് വെച്ച് കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ചിന്തിക്കുന്നില്ല. ആ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാരദയ്ക്ക് ഭയങ്കര ടെൻഷൻ. എന്നാലും നിങ്ങളുടെ അച്ഛൻ അത് ആശിച്ചു മോഹിച്ച് നിനക്ക് വാങ്ങി തന്നല്ലേ, അപ്പൊ പിന്നെ അതുകൊണ്ട് പണയം വെച്ചാലോ? കാവേരി പറഞ്ഞു, പണയം വെക്കുന്നതല്ലേ ഉള്ളമ്മ, അമ്മ സമാധാനമായിട്ടിരിക്കുക. ഇപ്പൊ സ്വർണ്ണം അല്ലല്ലോ നമുക്ക് പ്രധാനം,
കയറി കിടക്കാൻ വീട് വേണ്ടേ? അത് നമ്മുടെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ലേ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഗംഗേച്ചി പോയി സ്വർണം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗംഗ എന്ത് ചെയ്തു, പോയി ആ സ്വർണ്ണമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അതെടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വരാമേന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, ഞാനും കൂടെ വരാം. വേണ്ട വിനീതേട്ടാ, ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഗംഗയും കാവേരിയും കൂടെ ബാങ്കിലേക്ക് പോകണം. അപ്പൊ അത് പണയം വെക്കണം. പണയം വെച്ചിട്ട് കൊണ്ടേ അടയ്ക്കാനായിട്ട്. ഈ സമയത്ത് ശാരദയോട് രാധമ്മ പറഞ്ഞു, അല്ല മോളെ, വീട് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ അമ്മ എന്റെ പ്രതീക്ഷ. അറിയില്ല, 1-2 രൂപയല്ലോ, 30 ലക്ഷം രൂപ അടയ്ക്കണ്ടേ? അത് ഓർത്ത് കഴിയുമ്പോൾ ആകെപ്പാടി ഒരു സമാധാനക്കേടെന്ന് പറഞ്ഞു. നോക്കാം ഏതാന്നൊക്കെ. അങ്ങനെ ഒടുവില് പണയം വെക്കാനായിട്ട് കാവേരിയും ഗംഗയും കൂടെ ചെന്നു. അങ്ങനെ പണയം വെക്കാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും പൈസ കിട്ടത്തില്ല. 30 ലക്ഷം രൂപ അടുത്ത് കിട്ടത്തില്ല. അത്രയും പൈസ ഉണ്ടെങ്കിൽ കുടിശ്ശിക മൊത്തം അടച്ചു കഴിഞ്ഞാലോ ആ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റില്ല. ബാങ്കാരൻ പറഞ്ഞു, അതെ, ഈ സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പണം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, സ്വർണത്തിനൊക്കെ ഇപ്പം നല്ല വിലയാണല്ലോ, ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടുമല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ കിട്ടത്തുള്ളൂ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും വേണേ കൊണ്ടുവന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഗംഗ എന്ത് ചെയ്തു, തൻ്റെ ബാഗിനകത്തുനിന്ന് കുറച്ച് സ്വർണ്ണോടെ എടുക്കുകയാണ്. ആ സ്വർണം എന്ന് പറഞ്ഞാൽ ആശിച്ച് മോഹിച്ച് ഗംഗയ്ക്ക് വേണ്ടിയിട്ട് അരവിന്ദം വാങ്ങിച്ചു കൊടുത്താണ്. അപ്പം കല്യാണത്തിന് സമയമായപ്പോൾ പുതിയ പൊടിയാണോ അതുപോലെ നെറ്റിച്ചുട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വാടകയ്ക്ക് എടുക്കാന്ന് ശാരദ പറഞ്ഞത്. പക്ഷേ എങ്കിൽ അരവിന്ദൻ അതിന് സമ്മതിച്ചില്ല. അരവിന്ദൻ പറഞ്ഞു, എൻ്റെ മോൾക്ക് അങ്ങനെ മറ്റോടെ ഇട്ടതൊന്നും വേണ്ട, പുതിയത് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് പുതിയത് പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗംഗ അത് എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം കാവേരി ചോദിച്ചു, എന്താ ഗംഗേച്ചി ഇത് വെക്കണോന്ന് ചോദിച്ചു. ഇത് ഗംഗേച്ചിയുടെ കയ്യിരിക്കട്ടെ. ആശിച്ചു മോഹിച്ച് ഗംഗേച്ചി വാങ്ങിച്ചല്ലേ, അതും അച്ഛന് അത്ര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നല്ലോ. സാരമില്ല, ഇത് കൈ വെച്ചോണ്ടിട്ട് ഇപ്പം എന്താവാനായിട്ടാ? ആദ്യം ആ വീട് തിരിച്ചു പിടിക്കേണ്ടതെന്ന് ചോദിച്ചു. ഇതും കൂടെ പണയം വെച്ചാളാനും പറഞ്ഞു. അതും കൂടെ കൊടുക്കണം. അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പം സെറ്റായി. പൈസ 30 ലക്ഷം രൂപ കിട്ടും, അതിൽ കൂടുതൽ കിട്ടും. അപ്പോഴേക്കും ഗംഗ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ബാക്കി കുറച്ച് എമൗണ്ട് പണയം വെച്ച് കിട്ടുന്ന എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. കാവേരി ചോദിച്ചു, അതെന്തിനാ ഗംഗേച്ചി, നമുക്ക് ആവശ്യങ്ങൾ വരുമല്ലോ, നമ്മൾ ആ വീട്ടിലേക്ക് പോയാലും നമുക്ക് ആവശ്യം വരത്തില്ലേ, ചെലവിനൊക്കെ പൈസ വേണ്ടേ കുറച്ച് നാളത്തേക്കെന്ന് ചോദിച്ചു. ശരിയാ, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുന്നോടം വരെ ഇനി പൈസയും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ അവര് അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നീട് കാവേരി എന്ത് ചെയ്തു, പോയി പൈസ അടയ്ക്കുവാണ് ബാങ്കിൽ. ഈ സമയത്ത് ഗംഗ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, തൻ്റെ കല്യാണത്തിന് എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ട് അച്ഛൻ തനിക്ക് സ്വർണ്ണമൊക്കെ വാങ്ങി തന്നെ. അവസാനം ഒടിയാണം നെറ്റിച്ചുട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനത് വാങ്ങിക്കൊണ്ട് തന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അച്ഛനത് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ട് എൻ്റെ മോളെ കാണാനായിട്ട്. എൻ്റെ മോളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സാധിച്ചു തരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അരവിന്ദൻ പറയണേ. അതൊക്കെ ഇങ്ങനെ ഗംഗയുടെ മനസ്സിൽ കൂടെ വരുവാണ്. അപ്പോഴാണ് അകത്തുനിന്ന് ഒരു ഒച്ചപ്പാട് കേൾക്കുന്ന കാവേരിയുടെ, നിങ്ങളിത് എന്ത് വർത്താനാ പറയണേ, പൈസ അടച്ചു കഴിയുമ്പോഴത്തേനും സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറ്റില്ലെന്നോ, ഇത് എവിടുത്തെ ന്യായമാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ഗംഗ അങ്ങോട്ട് ഓടിച്ചെന്നു, എന്താ കാവേരി, ഇവര് പറയണോ ക്ലോസ് ചെയ്യുന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും നമുക്ക് തരില്ലാന്നോ? അതെ, അതെന്ത് വർത്താനോ സാറേ പറയണേ, സാറല്ലേ പറഞ്ഞത് പൈസ അടച്ചു കഴിഞ്ഞിട്ട് തരൂന്ന്. അതെ, ബാങ്കിന്റെ ക്ലോസിംഗ് ടൈമിലായിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗോട്, ശരി കുഴപ്പമില്ല, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ആ വീട്ടിൽ പോയി താമസിച്ചോളാം, നാളെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അത് ഞാനും ചോദിച്ചു, അത് ഇവർക്ക് പറ്റില്ലെന്നാ ഇവര് പറയണേന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ പറഞ്ഞു, അത് എവിടുത്തെ ന്യായവാ, അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ല. കാവേരി പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് ഒച്ചപ്പാടും വെള്ളം വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് നരൻ അങ്ങോട്ടേക്ക് വരുന്നത്. നരൻ അവിടുത്തെ മാനേജറെ വിളിച്ചു. മാനേജർ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് എന്താടോ പ്രശ്നം? അത് പിന്നെ ഈയിടെ മരിച്ചുപോയത് ഇവരുടെ അച്ഛൻ അരവിന്ദൻ, അയാളുടെ മക്കളാന്ന് പറഞ്ഞു. എന്താ കാര്യം എന്താ? അല്ല, അവർക്ക് ലോൺ കുടിശ്ശിക ഉണ്ടായിരുന്നു, അത് അടയ്ക്കാൻ വേണ്ടി വന്ന, എന്നിട്ട് അടച്ചില്ലേന്ന് ചോദിച്ചു. അടച്ചു. അല്ല, എന്നിട്ട് ഇപ്പം എന്താ പ്രശ്നം എന്താ? അത് പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് നാളെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അതവർക്ക് പറ്റില്ലാന്ന്. അങ്ങനെയൊന്നും അല്ലല്ലോ, അവരേത് വീട്ടിൽ കയറി താമസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് പിന്നെ അവരുടെ വീട് ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നോട്ടീസ് പതിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര ദിവസത്തിനുള്ളിൽ ആയില്ലെങ്കിൽ ജപ്തി ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അവരാ പൈസ കൊണ്ട് നടച്ചു. അല്ല, അങ്ങനെ പിന്നെ അവർക്ക് ആ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ നാളെ ആട്ടെ എന്ന് പറഞ്ഞു. എടോ, നാളെ ഒന്നും ആവണ്ട, ഇന്ന് തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തേക്കണം. അതെ, അവരുടെ അച്ഛനുണ്ടാക്കിയ വീട്ടിൽ അവരിന്ന് വൈകുന്നേരം കിടന്നുറങ്ങണം, അന്ത്യം ഉറങ്ങണം, പറഞ്ഞത് കേട്ടല്ലോ. അല്ല സാറേ, സാർ എന്തിനാ ഈ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു.
സാർ എന്തിനാ ഇത്ര താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരച്ഛന്റെ മോനാ ഞാനും, അതുകൊണ്ടാ. അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകത്തില്ല. പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. നരൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അയാള് തിരികെ വന്നു. തിരികെ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് കാവേരിയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാവേരിക്ക് മനസ്സിലായി അയാൾ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗംഗയെ കെട്ടിപ്പിടിക്കുകയാണ് കാവേരി. പിന്നീട് അയാളോട് ഒരു നന്ദി പറയണം തോന്നി പുറത്തേക്ക് ഇറങ്ങി നരന്റെ പിന്നാലെ എന്തെങ്കിലും നരൻ പെട്ടെന്ന് കാർ കൊടുത്തോണ്ടും കൂടെ പോവുക ചെയ്തേ. കാവേരിക്ക് തോന്നി അയാൾ കാരണമാണ് ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്താണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് അവർ പോയി കയറുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരു കാര്യം ഉറപ്പായി, ജയപാലിന് നല്ല ഇടിവെട്ട് പണിയാ. ജയപാലിന് ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആ വീട് ഇവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും കാവേരി ഗംഗ എല്ലാവരും കൂടെ ചേർന്നിട്ട് വീട് വീണ്ടും തിരികെ പിടിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.